എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പ്രിൻസസ് ഡോറയോട് ചോദിക്കും, നിനക്ക് ഇസുക്ക് പയ്യനെ ഒരുപാട് ഇഷ്ടാണല്ലേ? നിന്റെ ചില സമയത്തുള്ള നോട്ടവും സംസാരവും ഒക്കെ കാണുമ്പോ എനിക്ക് പലവട്ടം അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ പെണ്ണാണെങ്കില് നാണക്കാരിയാ. അവൾ അത് കേട്ട് കണ്ണൊക്കെ പൊത്തി നാണം കൊണ്ട് നമ്മുടെ ശിരസ്കയായി അങ്ങനെ മുൻപോട്ട് വരുമ്പോഴായിരിക്കും അവളുടെ തൊട്ടടുത്ത് മാസ്റ്ററെ കാണുക. അവൾ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് അങ്ങനെ നിന്നുപോകും. അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ ഏജൻസി മാസ്റ്റർ ഗൺഹെഡിനെ കുറിച്ച് ആലോചിക്കും. ആളുടെ മാരക ടെക്നിക്സ് അതൊന്നൊന്നായി ആലോചിച്ച് അവൾ അങ്ങനെ സ്പേസ് ഹീറോയുടെ കാലേ വാരി നിലത്തടിച്ച് മാസ്റ്ററിന്റെ കൈ പിടിച്ച് തിരിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കും. ആ സമയത്ത് പ്രിൻസസ് അവൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ മാസ്റ്റർ ലോക്ക് ചെയ്യും. അങ്ങനെ വലിയ മൽപ്പിടുത്തത്തിനൊടുവില് ഇപ്പൊ നമ്മുടെ പെണ്ണും ആ ഒരു ബാറ്റില് ഇപ്പൊ സ്റ്റൈലായിട്ട് ജയിച്ചിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അടുത്ത ഫൈറ്റ് നമ്മുടെ പിങ്കി പെണ്ണും കാമിനാരി പയ്യനും ചേർന്ന് സാക്ഷാൽ പ്രിൻസിപ്പളിനെയാണ് നേരിടാൻ പോകുന്നത്. പ്രിൻസിപ്പൾ ആള് കുഞ്ഞനാണെങ്കിലും ആളുടെ പവർ അത് ബ്രഹ്മാണ്ട പവറാണെന്ന് അവരെല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഇപ്പൊ പേടിച്ച് വിറച്ച് പ്രിൻസിപ്പളിനെ നോക്കി പതിയെ പതിയെ അവരുടെ ഓരോ മൂമെന്റ്സും മുൻപോട്ട് വെക്കും. അപ്പൊ അതേ സമയത്ത് വലിയൊരു ശബ്ദം ഉണ്ടാക്കി എന്തൊക്കെയോ പൊട്ടി തകർത്ത് മുകളിൽ നിന്ന് ആരോ വരുന്നതായിട്ട് അവര് കാണും. പ്രിൻസിപ്പൾ ഹായ് ആയിട്ടിരുന്ന് ഇപ്പൊ കാപ്പി കുടിക്കുകയാണ്. ആളുടെ പവർ ആളുടെ ബ്രെയിൻ ആണ്. ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ച് ഇപ്പൊ നമ്മുടെ രണ്ടാൾക്കാരെയും പ്രിൻസിപ്പൾ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു ചെയിൻ റിയാക്ഷൻ അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിൻസിപ്പൾ ആരെങ്കിലും എയിം ചെയ്ത് ഒരു പ്രത്യേക കമ്മോഡിറ്റി ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യും. അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇടിച്ച് ഒടുവില് അവരെ കറക്റ്റ് ആയിട്ട് തകർത്ത് കളയുന്നതാണ് ഈ ഒരു ടെക്നിക്ക്. അത് മനസ്സിലാക്കിയ നമ്മുടെ ആൾക്കാര് അവര് ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പൊ പ്രിൻസിപ്പളിന് മനസ്സിലാവും അവർ ഓടി ഓടി ആ ഒരു ലൈൻ അത് ക്രോസ് ചെയ്യാനാണ് ഇപ്പൊ ശ്രമിക്കാന്ന്. പ്രിൻസിപ്പൾ ഉടനെ ആളുടെ ടെക്നിക്ക് ഉപയോഗിച്ച് അവര് പോകുന്ന വഴി അത് മുഴുവനായിട്ടും തകർത്ത് കളയും. എന്നിട്ട് അവർ നോക്കി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങും. അവർക്ക് പോവേണ്ട വഴി അത് മുഴുവനായിട്ടും തകർന്ന് കിടക്കുകയാണ്. അപ്പൊ അവർക്കൊരു ബുദ്ധി വെളിച്ചുണ്ടാവും. എന്തുകൊണ്ട് ആസിഡ് ഉപയോഗിച്ച് ബിൽഡിങ്സ് തുരന്ന് രക്ഷപ്പെട്ടുകൂടാ? അവരുടനെ ആസിഡ് ഉപയോഗിച്ച് ബിൽഡിങ്സ് തുരക്കാൻ തുടങ്ങും. പക്ഷെ അത് മനസ്സിലാക്കിയ പ്രിൻസിപ്പള് ആ ഒരു ബിൽഡിംഗ് മുഴുവൻ അതങ്ങനെ തകർത്ത് അവരുടെ ദേഹത്തേക്കിടും. അതിന്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി അനങ്ങാൻ കഴിയാതെ ഒരുപാട് സമയം കഴിയുമ്പോ ടൈം ഔട്ടായി നമ്മുടെ രണ്ടാശാമാരും തോറ്റു തൊപ്പിയിടും. അത് കാണുമ്പോ നമ്മുടെ ഇസുക്ക് പയ്യനും ഇവിടെ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ ഡോറപ്പെണ്ണ് അവള് നടന്ന് ഇപ്പൊ ഇസുക്ക് പയ്യന്റെ അടുത്തേക്ക് വരും. ഡോറപ്പെണ്ണിനെ കാണുമ്പോ തന്നെ ഇപ്പൊ പ്രൊഫി അവള് ചോദിക്കും, ഫൈറ്റിന്റെ ഇടയില് ആ ഒരു പ്രിൻസസ് പെണ്ണ് അവൾ എന്തോ കാര്യം പറഞ്ഞപ്പോ നീ ഷോക്കായി നിൽക്കുന്നത് കണ്ടു, അതെന്താണെന്ന് ചോദിക്കുമ്പോ നമ്മുടെ പെങ്കൊച്ചിന്റെ കിളി പോവും. അവള് നാണിച്ച് ചമ്മി ഐസായി ഇല്ല ഒന്നും പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ അടുത്ത ബാച്ചില് അത് കോട്ടോയും ജിറോയും ചേർന്നാണ്. ആക്ച്വലി ഇവരുടെ ടാസ്ക് അവർക്ക് ചുറ്റുമുള്ള ട്രാപ്പിലൊന്നും പെടാതെ എങ്ങനെയെങ്കിലും ഈ ഒരു ബാറ്റില് അത് കംപ്ലീറ്റ് ചെയ്യണം. അവര് രണ്ടുപേരും ഉഷാറായിട്ട് ഇപ്പൊ ഗേറ്റിനെ നോക്കി മുൻപോട്ട് ഓടും. അപ്പൊ അവരുടെ ഓപ്പണന്റ് മാസ്റ്റർ ആൾ അൾട്രാ വേവ് സൗണ്ടില് വലിയ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങും. അത് താങ്ങാനാവാതെ നമ്മുടെ സ്റ്റുഡൻസ് അവര് ചെവി പൊത്തി ഇപ്പൊ ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പൊ കൊട്ടയോട് അവന്റെ കൂടെയുള്ളവൻ പറയും, നിന്റെ പവർ വെച്ച് ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അതിനവൻ അയ്യോ ഇല്ല, ഇത്രയും വലിയ അൾട്രാ വേവ് സൗണ്ടില് എന്നെ കൊണ്ട് എന്റെ സൗണ്ട് ഉപയോഗിച്ച് അവരെ കൺട്രോൾ ചെയ്യാനാവില്ല, വേറെ വഴിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഗേറ്റ് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞ് അവരാ ഗേറ്റിന്റെ അടുത്തേക്ക് വരും. പക്ഷെ മാസ്റ്റർ ആളാ ഗേറ്റിന്റെ മുൻപിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ആളുടെ കഴുത്തിലുള്ള ആ ഒരു മൈക്ക് അതുപയോഗിച്ച് വീണ്ടും വീണ്ടും വലിയ ശബ്ദത്തില് അൾട്രാ വേവ് സൗണ്ട് അതുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഒരുപാട് നേരം കഴിയുമ്പോ ജിറോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവനും ഇപ്പൊ അലറിക്കാറും. പക്ഷെ മാസ്റ്ററെ തോൽപ്പിക്കാനായിട്ട് അവനെ കൊണ്ട് കഴിയില്ല. ജിറോ ദേഷ്യപ്പെട്ട് ഇപ്പൊ കൊട്ടയോട് ചോദിക്കും, നിന്നെ കൊണ്ട് ആനിമൽസിനെ അവറ്റകളെ കൺട്രോൾ ചെയ്യാൻ കഴിയോ? അതിനവൻ പേടിച്ചു വിറച്ചു പറയും, എന്നെ കൊണ്ട് കഴിയും. അത് കേട്ടുടനെ ജിറോ അവിടെ ഉണ്ടായിരുന്ന ഒരു പാറ അത് തല്ലി പൊട്ടിക്കും. അപ്പൊ അതിന്റെ അടിയിലായിട്ട് ഇപ്പൊ ഒരുപാട് ഉറുമ്പുകളെ കാണും. ഉറുമ്പിന്റെ കൂടെ തന്നെ മറ്റു ചില ജീവികളും അതിലൂടെ എഴയാൻ തുടങ്ങും. കൊട്ടയ്ക്കാണെങ്കില് അത് കാണുമ്പോ തന്നെ പേടിയാവും. അപ്പൊ ജിറോ പറയും, നീ ഒരു റിയൽ ഹീറോ ആണെങ്കില് ഇവറ്റകളെ കൺട്രോൾ ചെയ്യ്. കൊട്ടയ്ക്കാണെങ്കില് അവന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരികയാണ്. അവൻ ഒരു സെക്കൻഡ് അവന്റെ അമ്മയെ ആലോചിക്കും. പിന്നീട് ജെറോയെ നോക്കും. കട്ട് ചെയ്താ ഇവിടെ മാസ്റ്റർ ആള് കട്ട പോസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്.
മാസ്റ്റർ അങ്ങനെ സ്റ്റുഡൻസിനെയും കാത്ത് ഹായ് ആയിട്ട് നിൽക്കും. അപ്പൊ കറക്റ്റ് സമയത്ത് ഭൂമി തുറന്ന് ഒരുപാട് ഉറുമ്പുകളും തേളും പഴുതാരയും അവറ്റകളെല്ലാം സംഘം ചേർന്ന് ഇപ്പൊ മാസ്റ്ററിനെ പൊതിയാൻ തുടങ്ങും. ആളത് കണ്ട് പേടിച്ചു വരച്ച് ഇപ്പൊ താഴെ വീഴും. ആ ഗ്യാപ്പില് നമ്മുടെ അണ്ണന്മാര് അവര് കറക്റ്റായിട്ട് ഗേറ്റ് ക്രോസ് ചെയ്ത് ഇപ്പൊ ആ ഒരു ബാറ്റില് അവരും ജയിക്കും. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും അടുത്ത ബെല്ലിന്റെ സൗണ്ട് കേൾക്കും. ഇത്തവണ ഇൻവിസിബിൾ ഗേളും ഷോച്ചിയും. അവരുടെ ഓപ്പണന്റ് സ്നൈറ്റ് ഗൺ മാസ്റ്റർ ആണ്. മാസ്റ്റർ ഗൺ ഷൂട്ടില് അഗ്രഗണ്യനാണ്. ബാറ്റിൽ തുടങ്ങുമ്പോ തന്നെ ഇപ്പൊ മാസ്റ്റർ ഒരു ഗണ്ണൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കും. മാസ്റ്റർ ഉടനെ ആളുടെ ഗൺ ഉപയോഗിച്ച് ഒരു വലിയ പാറ അത് തകർക്കും. പാറയുടെ തൊട്ടടുത്ത് നിന്ന സോച്ചി അവനത് കണ്ട് പേടിച്ച് അവിടുന്ന് ഓടി രക്ഷപ്പെടും. പക്ഷെ ഇൻവിസിബിൾ ഗേള് അവൾ എവിടെ പോയെന്ന് പറഞ്ഞ് ഷോജി അവൻ ചുറ്റും നോക്കും. പക്ഷെ അവളുടെ ഒരടയാളം പോലും അവിടെ എവിടെയും കാണില്ല. അപ്പൊ ആ തകർന്ന പാറകൾക്കിടയില് അവളുടെ ഗ്ലൗസും ഷൂസും അങ്ങനെയുള്ള ചില സാധനങ്ങള് വീണ് കിടക്കുന്നതായിട്ട് കാണും. അപ്പൊ അവന് മനസ്സിലാവും ഇതവളുടെ മാസ്റ്റർ പ്ലാനാണ്. അതനുസരിച്ച് ഞാനും മൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ നൈസായിട്ട് മാസ്റ്ററിന്റെ അടുത്തേക്ക് വന്ന് കൈ രണ്ടും ഉയർത്തി ഇപ്പൊ സറണ്ടർ ചെയ്ത് നിൽക്കും. ആ ഗ്യാപ്പില് ഇപ്പൊ ഇൻവിസിബിൾ ഗേള് അവളെ ഹാൻഡ് കഫ് അത് മാസ്റ്ററുടെ കയ്യിൽ ലോക്ക് ചെയ്ത് അവര് രണ്ടുപേരും ബാറ്റിൽ ജയിക്കും. അടുത്ത ബാറ്റില് അത് മിനട്ടയും സേറോയും ചേർന്നാണ്. അവരുടെ ഓപ്പണന്റ് മിഡ് നൈറ്റ് മാസ്റ്റർ ആണ്. അപ്പൊ അതേസമയം ഇവിടെ ഹീറോ അവൻ ഒരു മടുപ്പുമില്ലാതെ ഇപ്പൊ എല്ലാ ബാറ്റിൽസും കണ്ടിന്യൂസ് ആയിട്ട് നോക്കി നിൽക്കും. ബാറ്റിൽ സ്റ്റാർട്ടായ ഉടൻ തന്നെ മിനട്ടോ അവൻ പേടിച്ച് കാറി ആ ഒരു ഗോതയ്ക്ക് ചുറ്റും ഓടിക്കൊണ്ടേയിരിക്കും. കാരണം ചുന്ദരി ടീച്ചർ മിഡ് നൈറ്റ് ആൾക്ക് എല്ലാവരെയും മയക്കാനുള്ള പവറാണുള്ളത്. അവൾ ആദ്യം തന്നെ ആ ടേപ്പ് തലേനെ അവനെ മയക്കിയെടുക്കും. മിനട്ടെ ആവട്ടെ അവൻ ജീവനും കൊണ്ട് ഇപ്പൊ ട്രൗസറും പൊക്കി ഓടും. എന്നെ പിടിക്കാൻ കിട്ടില്ല, ഞാൻ തോക്കില്ല എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു കൂവും. മാത്രമല്ല നമ്മുടെ മിനട്ടയ്ക്ക് അവൻ ആ ടേപ്പ് പയ്യനോട് ഒരുപാട് ദേഷ്യം തോന്നും. കാരണം അവൻ മാത്രം മാസ്റ്ററിന്റെ മടിയിൽ കിടന്ന് അങ്ങനെ സുഖിക്കുകയാണ്. അപ്പൊ അതേസമയം ഇവിടെ ഗ്രാൻമ പറയും ഒരു യഥാർത്ഥ സൂപ്പർ ഹീറോ അവൻ എല്ലാ ട്രാപ്സും പ്രതിസന്ധികളും എല്ലാം തന്നെ താണ്ടി പുറത്തു വരണം. അതിന് കഴിവുള്ളവനെ ഉറപ്പായിട്ടും ഒരു സൂപ്പർ ഹീറോ ആയി മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാറ്റില് ആരൊക്കെ തോറ്റു പോകുന്നോ അവർക്കൊരിക്കലും ഒരു സൂപ്പർ ഹീറോ ആയി മാറാൻ കഴിയില്ല. കട്ട് ചെയ്ത മിനട്ട അവൻ ഒരുപാട് ഓടി തളർന്ന് ആകെ സാഡായിട്ട് ഇപ്പൊ മുൻപോട്ട് നടക്കും. എന്നെ കൊണ്ട് ഒരു പ്രയോജനമില്ല. ആരുടെയും മുൻപില് എനിക്കൊരു സ്റ്റാർ ആവാൻ പറ്റില്ല. എന്റെ പവർ അത് യൂസ്ലെസ് ആണെന്ന് പറഞ്ഞ് അവൻ ഫ്ലാഷ് ബാക്കിൽ നടന്ന ഓരോരോ കാര്യങ്ങളായിട്ട് ആലോചിക്കാൻ തുടങ്ങും. അതൊക്കെ ആലോചിച്ച് കഴിയുമ്പോ നമ്മുടെ ചെക്കന് ഒരു എക്സ്ട്രാ പവർ വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഉള്ളില് എന്തോ ഒരു സ്പാർക്ക് ഉണ്ട്. ആ സ്പാർക്ക് ഉപയോഗിച്ച് ഞാൻ ഉറപ്പായിട്ടും ഒരു സൂപ്പർ ഹീറോ ആയി തീരും. അപ്പൊ ചുന്ദരി ടീച്ചർ ആള് ചാടി വീണ് മിനട്ടയുടെ തലക്കിട്ട് തന്നെ ഒരൊറ്റ ഇടി. ടീച്ചർ ഫുൾ പവറില് ആളുടെ ഫ്രാഗ്രൻസ് അത് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. മിനട്ടോ അവന്റെ മൂക്ക് പൊത്തിപ്പിടിച്ച് ഇപ്പൊ വീണ്ടും മുൻപോട്ട് ഓടി ഒരു പാറയുടെ ഇടയില് ഒളിച്ചിരിക്കും. ടീച്ചർ പറയും നീ എവിടേക്കൊക്കെ ഓടിയിട്ടും യാതൊരു കാര്യമില്ല, ഉറപ്പായിട്ടും ഞാൻ നിന്നെ പിടിക്കും. ഓട്ടനെ മിനട്ടോ അവനൊരു ടേപ്പ് എടുത്ത് വായിലും മൂക്കിലും ഒട്ടിച്ച് ഉഷാറായിട്ട് ഓടും. അവൻ ഓടുന്നതിന്റെ ഇടയില് അവന്റെ ഗം ബോൾസ് അത് വലിച്ചെറിയും. അതിലൊരെണ്ണം അവളുടെ ചെരുപ്പിലും തറയിൽ ഒട്ടിപ്പിടിക്കും, മറ്റൊന്ന് അവളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെക്കൻ അവൻ ഹൈ സ്പീഡില് ആ ഒരു ലൈൻ ക്രോസ് ചെയ്യാനായിട്ട് ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒടുവില് നമ്മുടെ ചെക്കൻ സെറോ പയ്യനെയും തൂക്കിയെടുത്ത് ആ ഒരു ഗേറ്റിന് പുറത്തേക്ക് ഇപ്പൊ വിജയശ്രീ ലാളിതനായിട്ട് അങ്ങനെ കടന്നു വരും. കട്ട് ചെയ്ത അടുത്ത ബാറ്റില് നമ്മുടെ ഹീറോയുടെയും ചപ്പർത്തലേന്റേതുമാണ്. ഹീറോയെ കാണുമ്പോ തന്നെ ഇപ്പൊ ചപ്പർത്തലേൻ അവൻ മുരയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഹീറോയുടെ ടെൻഷൻ അത് കൂടിക്കൂടി വരുമ്പോ അവരുടെ മുൻപിലേക്ക് സാക്ഷാൽ ചിരിക്കുട്ടൻ അങ്ങനെ വന്ന് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.